അഡ്വക്കേറ്റ് ബി രാധാകൃഷ്ണൻ, BJPയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ പങ്കെടുക്കണമെന്നാണോ പങ്കെടുക്കേണ്ടതില്ല എന്നാണോ ആഗ്രഹിക്കുന്നത്? ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും അതിന് ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും ആരാധ്യമൂർത്തിയായിട്ടുള്ള ദേശീയതയുടെ പ്രതീകമായിട്ടുള്ള ശ്രീരാമൻ, ആ ശ്രീരാമൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥാനത്ത്, ആ ശ്രീരാമ ജന്മസ്ഥാനത്ത് ഉയരുന്ന ക്ഷേത്രത്തിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ മുഴുവൻ സമൂഹവും വരണം എന്ന ആഗ്രഹം തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്കും ഒപ്പം ഈ നാട്ടിലെ മുഴുവൻ ദേശസ്നേഹികൾക്കുമുള്ളത്. അതിലെന്താ സംശയം? അതിലെ എല്ലാവർക്കും അതിനുള്ള ബാധ്യതയുണ്ട്. എന്നാൽ അതേസമയം കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവരെ ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള ഇരട്ടത്താപ്പാണ് അക്ഷരാർത്ഥത്തിൽ ആളുകളെ അത്ഭുതപ്പെടുത്തുന്നത്. ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണത്തെ സംബന്ധിച്ച് അതിനെ ആവശ്യം എന്ന് പറയുമ്പോൾ ഞാൻ നികേഷിൻ്റെ അടക്കം ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നത് 1993 ഫെബ്രുവരി മാസം 3-ാം തീയതി കേരളത്തിൻ്റെ നിയമസഭയിൽ ബാബറി മസ്ജിദ് പണിതു കൊടുക്കണം, അയോധ്യയിൽ ബാബറി മസ്ജിദ് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ തകർത്ത സംഭവത്തെ നിയമസഭ ഐകകണ്ഠ്യേന അപലപിക്കുകയും പള്ളിയുടെ പുനർനിർമ്മാണത്തിന് നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പ്രശ്നപരിഹാരത്തിന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതിയിൽ ന്യൂനപക്ഷങ്ങളുടെ സംശയങ്ങളും ഭയാശങ്കകളും ദൂരീകരിക്കാൻ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണമെന്ന് അഭ്യർത്ഥിച്ച് അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പ്രമേയം അവതരിപ്പിക്കുകയും അവിടെ ആ പള്ളി പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൻ്റെ നിയമസഭ ഒന്നാകെ, അവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പ്രതിപക്ഷ നേതാവ് പ്രമേയം അവതരിപ്പിക്കുന്നു. അന്നത്തെ ചീഫ് വിപ്പ് KPA മജീദ് അവതരിപ്പിച്ച പ്രമേയം, പ്രതിപക്ഷ നേതാവ് വിഷയം സപ്പോർട്ട് ചെയ്ത് ഇതിനെ ഐകകണ്ഠ്യേന മുഖ്യമന്ത്രി കരുണാകരനടക്കം അന്ന് അംഗീകരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് എടുത്ത നിലപാടാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടുത്തെ മതനിരപേക്ഷതയുടെ പ്രതീകമാണ് കോൺഗ്രസ്സെങ്കിൽ ആ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാം അവിടെ പള്ളി പണിതു കൊടുക്കാനല്ലേ തയ്യാറാവേണ്ടത്. പള്ളി പണിയുന്നതിന് BJPയും എതിരല്ലല്ലോ. അവിടെ അത് സംബന്ധിച്ച് എല്ലാവരും യോജിച്ചു പോകാനുള്ള ഒരു സാഹചര്യമാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടി അന്നും ഇന്നും സ്വീകരിച്ചത്. ദേശീയതയിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആ കാര്യത്തിൽ ഒരേ നിലപാടാണ്. ഭാരതത്തിൻ്റെ ഐക്യത്തിൻ്റെ പ്രതീകം, ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രതീകം, ഭാരതീയ പൗരുഷത്തിൻ്റെ പ്രതീകം, ഭാരതീയ വിശ്വാസത്തിൻ്റെ പ്രതീകം, മഹാത്മജി ഓരോ നിമിഷവും വിളിച്ചിരുന്ന ആ രാമനാമത്തിൻ്റെ ഉറവിടമായ, രാമമന്ത്രത്തിൻ്റെ ഉറവിടമായ ശ്രീരാമൻ, ആ രാമന് ക്ഷേത്രം നിർമ്മിക്കാൻ അതിൻ്റെ പേരിൽ എന്തിന് ഈ നാട്ടിൽ ഈ തരത്തിൽ വിവാദമുണ്ടാക്കുന്നു, എന്തിന് സംഘർഷം സൃഷ്ടിച്ചു, എന്തിന് അതിനെ തടയാൻ? ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ജവഹർലാൽ നെഹ്റു ദശാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ സോമനാഥ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലൊരു നിലപാടെടുത്തുവെന്ന്. എന്തിന് ആ തരത്തിൽ കോൺഗ്രസ് ഇരട്ടത്താപ്പ് സ്വീകരിക്കുന്നു? അങ്ങനെ ഹിന്ദു സമാജത്തിന് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഹിന്ദുത്വത്തിൻ്റെ പ്രതീകങ്ങൾക്ക് നേരെ മാത്രം ഈ തരത്തിൽ വിരുദ്ധ നിലപാടുകൾ എടുക്കാൻ നെഹ്റുവിനെ ആയാലും കോൺഗ്രസിനുള്ളിലെ അതേപോലെയുള്ള പല ആളുകളെയും പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ഹിന്ദു ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ വിഭാഗം ആരാധനാലയങ്ങളുടെ കാര്യത്തിലും ഒരേ നിലപാടാണ് എടുത്തത്. അതാണ് നേരത്തെ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞത്. ബക്രാനങ്കൽ വന്നപ്പോൾ ഇതാണ് ആധുനിക ഇന്ത്യയുടെ ശ്രീകോവിൽ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചിട്ടുള്ളത്. പുരോഗതി, ശാസ്ത്രം, ഇതിലൊക്കെയായിരുന്നു ജവഹർലാൽ അല്ല, രാമൻ്റെ വിഗ്രഹം എടുത്തെറിയാൻ പറഞ്ഞതുപോലെ വേറെ ഏതെങ്കിലും ഒന്ന് എടുത്തെറിയാൻ പറഞ്ഞതായിട്ട് നികേഷിന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇവിടെ സെബാസ്റ്റ്യൻ പോൾ സാറിന് പറയാൻ പറ്റുമോ? ഇവിടെ ഈ ഭാരതത്തിൻ്റെ ദേശീയതയുടെ പ്രതീകങ്ങളെ ഇല്ലാതാക്കാൻ ഇപ്പോഴല്ല, നെഹ്റുവിൻ്റെ കാലം മുതൽ കോൺഗ്രസ് കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ പരിണിതഫലമായി ഉണ്ടായ ദുരന്തങ്ങൾ ഇന്ന് പരിഹരിക്കപ്പെടുമ്പോൾ അതുമായി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഈ നാട്ടിലെ മുഴുവൻ ജനതയും ഒരുമിച്ച് നിൽക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി അഭ്യർത്ഥിക്കുന്നത്. ഞങ്ങളെല്ലാം അഭ്യർത്ഥിക്കുന്നത് അതാണ്. Debate with MV Nikesh Kumar.